ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, നമുക്കൊരു വെക്കേഷന് പോയാലോ? എങ്ങോട്ടാണെന്നറിയോ? ചെക്ക് വഴി ജർമ്മനിയിലെ ഓബർ വീസൻതാലിലേക്ക്. അപ്പോൾ എങ്ങനെയാ, പോകല്ലേ? അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ ഔപ്പേർ ഫാമിലീൻ്റെ ഒപ്പമാണ് ചെക്കിയിലേക്ക് പോയത് കേട്ടോ. ഇവിടെ ഇപ്പോൾ ജർമ്മനിയിൽ വിൻ്ററാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല അടിപൊളി വെയിലായിരുന്നു കേട്ടോ. സമ്മർ ടൈമിൽ പോലും ഞാൻ ഇത്ര വെയിൽ കണ്ടിട്ടില്ല. ഈ സൂര്യൻ്റെ ശല്യം കാരണം എനിക്കൊന്നും മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റിയില്ല. പക്ഷേ നല്ല രസമായിരുന്നു ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഇരിക്കാൻ. ഗൈസ്, നിങ്ങൾക്കറിയോ, ഞങ്ങൾക്ക് ജർമ്മനിയിൽ സ്നോ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചെക്കിയിലേക്ക് സ്നോ കാണാൻ വേണ്ടി പോകുകയാണ്. സോ ഗൈസ്, ഫൈനലി നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് ചെക്കിയിൽ കൂടെയാണ്. നിങ്ങൾക്ക് കാണാം, ഈ ക്ലൈമറ്റൊക്കെ മാറി നല്ല നല്ല തണുപ്പാകാൻ തുടങ്ങി. നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ഓബർ വീസൻതാൽ എന്നാണ്. അത് ജർമ്മനിയിലാണ്, പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നത് ചെക്കിയ ബോർഡർ വഴിയാട്ടോ. ഇങ്ങോട്ട് വരാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഈ ഷ്ലിറ്റൻ ഫാറൻ ചെയ്യാൻ വേണ്ടിയാട്ടോ. അതായത് സ്കീയിങ് അല്ലെങ്കിൽ സ്ലെഡിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി വന്നതാട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്ത് ഈ സ്കീയിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോഴാണ് ഞാൻ കണ്ടത് ഈ ചെക്കിയിലെ കറൻസി യൂറോ അല്ല, പകരം ചെക്ക് കരുണ എന്ന് പറഞ്ഞ കറൻസിയാണ്. 23 ചെക്ക് കരുണ എന്ന് വെച്ചാൽ 1 യൂറോ എന്നാട്ടോ. ഇത് പറയുമ്പോഴേ ഈ കൊറോണ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് ചെക്ക് ആട്ടോ. പിന്നെ അതുകൂടാണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർ ജർമ്മനും സംസാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ ഹോട്ടലിൽ കയറിയപ്പോൾ അവിടുത്തെ ആൾക്കാർ ഞങ്ങളോട് ജർമ്മനിയിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ ഗൈസ്, ഫൈനലി വി റീച്ച് ദ ഹോട്ടൽ. നീണ്ട 3.5 മണിക്കൂറിന് ശേഷം നമ്മൾ ഹോട്ടലിൽ എത്തിയിരിക്കുന്നു ഗൈസ്. ടൈം ടു റിലാക്സ്. അതിന് മുമ്പ് നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. 6 മണിക്ക് ചെക്കിനൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പം നമുക്ക് റൂമിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഞാനിതാ എൻ്റെ റൂമിൽ എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് റെഡി ആയിട്ട് പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ പോകാം. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഇവിടെ അടുത്തുള്ള സ്ട്രീറ്റ്സൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാട്ടോ. ഇവിടുത്തെ സ്ട്രീറ്റിൽ ക്രിസ്മസ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ വയനാട് മാർക്കറ്റൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഞാനൊരു ബ്രാറ്റ് വൂർട്സ് വാങ്ങി കഴിച്ചു. അത് നല്ല അടിപൊളി. നമ്മുടെ ഹോട്ടലിലത്തെ ഫുഡ് ബുഫേ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് സെൽഫായിട്ട് ഫുഡ് എടുത്ത് കഴിക്കായിരുന്നു. നല്ല ടേസ്റ്റിയായ ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഞാനിതാ നമ്മുടെ കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. നല്ലോണം അടുത്ത് സ്ട്രീറ്റൊക്കെ ഫുൾ കറങ്ങി കണ്ടു. അങ്ങനെ ഞാനിതാ ടിവിയും കണ്ട് കിടന്നുറങ്ങി. ഗുഡ് മോർണിംഗ് ഗൈസ്. ഗൈസ്, ഞങ്ങൾ 3 ദിവസമായിട്ടോ ഹോട്ടലിൽ സ്റ്റേ ചെയ്തത്. ഫസ്റ്റ് ഡേ അത്ര സ്നോയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സെക്കൻഡ് ഡേ ആയപ്പോഴാണ് അത്യാവശ്യം നല്ല സ്നോ ഒക്കെ പെയ്യാൻ തുടങ്ങിയത്. പക്ഷെ രാവിലെ തന്നെ മൊത്തം മൂടി കിടക്കുമായിരുന്നു കേട്ടോ. നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, രാവിലെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഷ്ലിറ്റൻ ഫാറൻ ചെയ്യാൻ വേണ്ടി പോവുക കേട്ടോ. ഇവിടെ സ്കീയിങ് ഒക്കെ ചെയ്യാം, പക്ഷേ സ്കീയിങ് ഞങ്ങൾക്ക് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഷ്ലിറ്റൻ ഫാറൻ ആണ് ചെയ്തത്. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആട്ടോ ഇത്ര സ്നോ കാണുന്നത്. ജർമ്മനി വന്നിട്ട് ഞാൻ സ്നോ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇത്രയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക്. പിന്നെ അതേപോലെ തന്നെ സെയിം ടൈം നല്ല അടിപൊളി തണുപ്പുമായിരുന്നു കേട്ടോ. ഞാൻ 2-3 സോക്സൊക്കെ വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് തണുത്തിട്ട് കൈയും കാലൊക്കെ ഫ്രീസ് ആകുന്ന ഫീലായിരുന്നു.
ഇപ്പോൾ കാണുന്ന വീഡിയോസ് ഫസ്റ്റ് ഡേത്തെ ആട്ടോ. ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞല്ലോ അത്ര സ്നോയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഷ്ലിറ്റൻ ഫാറിനൊക്കെ ചെയ്ത് വന്നിട്ട് നേരെ അവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഗുലാഷ് കഴിച്ചു കേട്ടോ. ഗുലാഷ് എന്ന് വെച്ചാൽ 2 ബ്രെഡ് ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ ഒപ്പം നമ്മുടെ നാട്ടിലത്തെ ബീഫ് കറി പോലത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ അത്രയില്ല, എന്നാലും അതിൻ്റെ ഏകദേശം ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഡേ ആയപ്പോഴത്തേനും നല്ല അടിപൊളി സ്നോയൊക്കെ പെയ്തായിരുന്നു. ഈ വണ്ടീൻ്റെ മുകളിൽ മൊത്തം സ്നോ ഇങ്ങനെ പെയ്ത് കിടന്നിട്ട് നമുക്ക് കാണാനൊന്നും പറ്റില്ല. അപ്പോൾ അത് ആദ്യം ക്ലീൻ ചെയ്തിട്ട് വേണം ഓടിക്കാൻ. കുറേ നേരം ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ മുഖമൊക്കെ തണുത്ത് ചുമന്ന് നല്ല തണുപ്പുണ്ട്. പക്ഷെ എന്താ പറയുക, ഫേസിന് നല്ല തണുപ്പ് തോന്നുന്നുണ്ട്, പക്ഷെ ഉള്ളിൽ നല്ല ചൂടെടുക്കുന്നുണ്ട്. രണ്ടിൻ്റെ നെടുക്കാണ്. സ്നോഫാൾ വീഴുന്നുണ്ട്. അങ്ങനെ ഗൈസ് 3 ദിവസത്തെ വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങളുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ തിരിച്ചു പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. നല്ല അടിപൊളിയായിരുന്നു ഈ 3 ഡേയ്സ്. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തായിരുന്നു. അങ്ങനെ ഗൈസ് എൻ്റെ ലൈഫിൽ സ്നോ കണ്ടിട്ടില്ല എന്നുള്ള പരാതി ഇവിടെ വെച്ച് തീരുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. മച്ച് ലവ്. ബൈ ബൈ.